നമസ്കാരം, ഞാൻ പി സി ജെയിംസ്, നിർമ്മല കോളേജ്, കുറവിലങ്ങാട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരാളെ കുറിച്ച് പറയുന്നതും ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് കാണുന്നത്. അതിന് ഒരെണ്ണത്തെ കുറിച്ച് പറയുന്നതിന് സിംഗുലർ എന്നും ഒന്നിൽ അധികം ഉള്ളതിനെ പറയുമ്പോൾ പ്ലൂറൽ എന്നും പറയും. ഇത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതെങ്ങനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വെൻ ഡസ് ഫാദർ സിറ്റ്? അച്ഛൻ എപ്പോഴാ ഇരിക്കുന്നത്? ഒരാൾ അയാളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു. ചിലപ്പോൾ ഒന്നിലധികം കുട്ടികളുടെ പിതാക്കന്മാരവിടെ കാണും. അപ്പൊ ഈ ഫാദർ എന്നുള്ളതിൻ്റെ പ്ലൂറലായ ബഹുവചന രൂപമായ ഫാദേഴ്സ് എന്ന് സൂചിപ്പിക്കേണ്ടി വരും. ഈ ഫാദേഴ്സ് എടുക്കുമ്പോൾ ഡസ് അതിൻ്റെ കൂടെ ചേരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡസ് എന്ന സിംഗുലർ ഓക്സിലറി വെർബിന്റെ പ്ലൂറലായ ഡു എടുക്കണം. അപ്പോ വെൻ ഡസ് ഫാദർ എന്തായിട്ട് മാറും? വെൻ ഡു ഫാദർ ഫാദേഴ്സ് ആകുമ്പോൾ വെൻ ഡസ് ഫാദർ സിറ്റ്, വെൻ ഡു ഫാദേഴ്സ് സിറ്റ് ആയിട്ട് മാറും. അതുപോലെ വാട്ട് ഡസ് ഹി ഡു? വാട്ട് ക്വസ്റ്റ്യൻ വേർഡാണ്, മാറ്റം വരികയില്ല. വാട്ട് ഡസ് ഡു ആകും. ഹി എന്ന് പറയുന്നതിന്റെ പ്ലൂറല് ഷീന്റെയും ഇറ്റിന്റെയും ഒക്കെ ദേ ആണ്. അപ്പൊ ഹി വന്നാലും ഷീ വന്നാലും ഇറ്റ് വന്നാലും അത് ദേ ആയിട്ട് മാറും. സോ വാട്ട് ഡസ് ഹി ഡു? അയാൾ എന്ത് ചെയ്യുന്നു? അവർ എന്ത് ചെയ്യുന്നു എന്നായിട്ട് മാറും. ഡസ് ഡു ആകും, ഹി ദേ ആകും, വാട്ട് ഡു ദേ ഡു എന്നായിട്ട് മാറും. തേർഡ്, വേർ ഡസ് ഷീ ഗോ? അവൾ എവിടെ പോകുന്നു? അവൾ എന്നുള്ളത് ഷീ ദേ ആയിട്ട് മാറും. അപ്പോൾ ഷീ ദേ ആയിട്ട് മാറി അതിനോട് കൂടി ചേരുന്ന ഓക്സിലറി ഡസ് ഡു ആയിട്ട് മാറും. വെയർ ഡസ് ഷീ ഗോ? വെയർ ഡു ദേ ഗോ? 4, വെയർ ഡസ് മദർ സിറ്റ്? അമ്മ എവിടെയായിരിക്കണേ? അമ്മമാർ എവിടെ ഇരിക്കുന്നു എന്നായിട്ട് മാറും. മദർ മദേഴ്സ് ആകും, ഡസ് ഡു ആകും. അപ്പോൾ വെയർ ഡസ് മദർ സിറ്റ്, വെയർ ഡു മദേഴ്സ് സിറ്റ്. വെൻ ഡസ് എ ഗേൾ വോക്ക്? ഒരു പെൺകുട്ടി എപ്പോഴാ നടക്കുക? ഡസ് ഡു ആകും, എ ഗേൾ ഗേൾസ് ആയിട്ട് മാറും. വെൻ ഡസ് എ ഗേൾ വോക്ക്, വെൻ ഡു ഗേൾസ് വോക്ക്. ഹൗ ഡസ് എ ബോയ് ജംപ്? എ ബോയ് ഒരാൺകുട്ടിയാണ്, അത് ബോയീസ് ഒന്നിലധികമായിട്ട് മാറും. അപ്പോൾ ഡസ് ഡു ആകും. സോ ഹൗ ഡസ് എ ബോയ് ജംപ്? ഒരാൺകുട്ടി എങ്ങനെ ചാടുന്നു? ഹൗ ഡു ബോയ്സ് ജംപ്? ഹൗ ഡസ് എ മാൻ റീഡ്? ഒരു മനുഷ്യൻ, ഹൗ ഡസ് എ മാൻ റീഡ്? ഒരു മനുഷ്യൻ എങ്ങനെ വായിക്കുന്നു? ഡസ് ഡു ആകുന്നു, എ മാൻ ഒരാൾ എന്നുള്ളത് മെൻ ആയിട്ട് മാറുന്നു. ഹൗ ഡസ് എ മാൻ റീഡ്? ഹൗ ഡു മെൻ റീഡ്? ഹൗ മെനി ബുക്സ് ഡസ് ഫാദർ റൈറ്റ്? അച്ഛൻ എത്ര പുസ്തകങ്ങൾ എഴുതുന്നു? ഹൗ മെനി ബുക്സ്? ഈ ഹൗ മെനി ബുക്സിന്റെ ബുക്ക് എന്നതിൻ്റെ പ്ലൂറലാണ് ബുക്സ്. പക്ഷെ ഹൗ മെനിയുടെ കൂടെ വരുമ്പോൾ അതിനൊരു പ്ലൂറൽ ഫീൽ ഉണ്ട്. ആ പ്ലൂറൽ ഫീലിൽ അത് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ഹൗ മെനി ബുക്ക് എന്ന് പറയല, ഹൗ മെനി ബുക്സ്. ഡസ് ഡു ആകും, ഫാദർ ഫാദേഴ്സ് ആകും. ഒന്നുകൂടെ പറയാം, ഈ ബുക്സ് മാറ്റേണ്ട ആവശ്യമില്ല. ഡസ് ഡു ആകും, ഫാദർ ഫാദേഴ്സ് ആകും. സോ ഹൗ മെനി ബുക്സ് ഡു ഫാദേഴ്സ് റൈറ്റ്? ഹൗ മെനി ടേബിൾസ് ഡസ് എ ഗേൾ ടേക്ക്? ഇപ്പൊ ഈ ബുക്സ് പറഞ്ഞതുപോലെ തന്നെ ഹൗ മെനിയുടെ കൂടെ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്, നിങ്ങൾക്ക് എത്ര കുട്ടി എന്ന് ചോദിക്കില്ല. കാരണം ഒന്നിലധികമാണ് പ്രതീക്ഷിക്കുന്നത്, ഒരാളെ ഉണ്ടാവൂ. അപ്പോൾ ഹൗ മെനിയുടെ കൂടെ ഒരു പ്ലൂറൽ ആണ് വരിക. ഹൗ മെനി ടേബിൾസ് ഡസ് എ ഗേൾ ടേക്ക്? ഒരു പെൺകുട്ടി എത്ര മേശ എടുക്കുന്നു? അപ്പോൾ ഹൗ മെനി ടേബിൾസ് ഡസ് ഡു ആകും, എ ഗേൾ ഗേൾസ് ആകും. ഹൗ മെനി ടേബിൾസ് ഡു ഗേൾസ് ടേക്ക്? വാട്ട് ഡു ദേ ഡു? ഡു ഡസ് ആവണം. ദേ എന്നതിൻ്റെ സിംഗുലർ ഹി ആവാം, ഷീ ആവാം, ഇറ്റ് ആകാം. അപ്പോൾ വാട്ട് ഡു ദേ ഡു എന്നുള്ളത് വാട്ട് ഡസ് ഹി ഡു ആകാം, വാട്ട് ഡസ് ഷീ ഡു ആകാം, വാട്ട് ഡസ് ഇറ്റ് ഡു എന്നും ആകാം. വെയർ ഡു ടീച്ചേഴ്സ് സ്റ്റാൻഡ്? ഡു ഡസ് ആകും, ടീച്ചേഴ്സ് ഒന്നിലധികം അധ്യാപകർ, ടീച്ചേഴ്സ് എ ടീച്ചർ എന്നായിട്ട് മാറും.
അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ഇതിന് ശേഷം പറയാം. അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അയാൾ ഡോക്ടർ ആണെന്ന് പറയുമ്പോൾ ഹീ ഈസ് ഡോക്ടർ എന്നല്ല, ഹീ ഈസ് എ ഡോക്ടർ. അയാൾ അധ്യാപകനാണ്. മലയാളത്തിൽ ആ ഒരു ഇല്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹീ ഈസ് എ ടീച്ചർ. അയാൾ ഒരു പോലീസ് ഓഫീസറാണ്. മലയാളത്തിൽ ഒരു ചേർക്കണ്ട, അദ്ദേഹം പോലീസ് ഓഫീസർ ആണെന്ന് പറഞ്ഞാൽ മതി. ഹീ ഈസ് എ പോലീസ് ഓഫീസർ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ എ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. വേർ ഡു ടീച്ചേഴ്സ് സ്റ്റാൻഡ്? വേർ ഡസ് എ ടീച്ചർ സ്റ്റാൻഡ്? ഹൗ മെനി പെൻസ് ഡു ദേ ടേക്ക്? ഹൗ മെനി പെൻസ് ഡസ് ഹീ ടേക്ക്? ഇനി അതൊന്നും കൂടെ നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ഏതൊരു സിംഗുലറിനെയും നമുക്ക് പ്ലൂറലാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ സെന്റൻസിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം.